താങ്കൾ CPM-ന്റെ ജനറൽ സെക്രട്ടറി ആയിരിക്കുമ്പോൾ തന്നെ ഒരുപക്ഷെ ഇന്ത്യയിൽ നിന്ന് ആഗോള തലത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുമായിട്ട് ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാളാണ്. ഒരുപക്ഷെ താങ്കളുടെ പ്രിയപ്പെട്ട രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും ക്യൂബയാണെന്ന് പറയും. ഫിഡൽ കാസ്ട്രോ പോലുള്ള ലോക നേതാക്കളുമായിട്ട് വളരെ അടുപ്പമുണ്ടായിരുന്ന ആളാണ് താങ്കൾ. ഇപ്പോൾ ക്യൂബയെ കയറി ആക്രമിക്കുന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരിക്കുക, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ ലോകമെമ്പാടും ഇപ്പോൾ ചൈന പോലും വേണ്ടത്ര അതിനെക്കുറിച്ച് പ്രതികരിച്ചതായി കണ്ടില്ല. താങ്കളുടെ ചോദ്യം ഉന്നയിക്കുന്നത് വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ്. യഥാർത്ഥത്തിൽ വെനസ്വേലയ്ക്കെതിരായിട്ടുള്ള ട്രംപിൻ്റെ നീക്കം ക്യൂബയുടെ ഇന്ധന ഇരുട്ടിലാണ് ക്യൂബ. അതെ, വളരെ ഗുരുതരമായ അവസ്ഥയാണ് ക്യൂബയിലുള്ളത്. അപ്പോൾ ഈ വിഷയം കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ചർച്ച ചെയ്യുന്നുണ്ട്. യഥാർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ഒരു യോഗം ഏപ്രിൽ അവസാനമോ മെയ് മാസമോ ഇസ്താൻബൂളിൽ കൂടാൻ പോവുകയാണ്. ഈ വിഷയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ CPIM-ൻ്റെ പ്രതിനിധിയും അവിടെ പോകുന്നതാണ്. ചൈന ഈ സാഹചര്യം നേരിടാൻ ചൈനയും റഷ്യയിൽ മുതലാളിത്ത വ്യവസ്ഥയാണുള്ളത്. പക്ഷേ ക്യൂബയുമായി റഷ്യയ്ക്ക് പല മേഖലയിലും സഹകരണമുണ്ട്. അപ്പം ട്രംപ് ഇങ്ങനെ ചിരിച്ചുല്ലസിക്കുകയാണ്. ക്യൂബ താമസിയാതെ എൻ്റെ കയ്യിലേക്ക് വരും, ഞാൻ ക്യൂബയുടെ പ്രസിഡൻ്റ് വേണമെങ്കിൽ ക്യൂബ എനിക്ക് ഏറ്റെടുക്കാം, ക്യൂബ ഈസ് ഫാളിങ് ടു മീ. എന്നിട്ട് മാർക്കോ റൂബിയോ എന്ന് പറയുന്ന സെക്രട്ടറി ഫോർ സ്റ്റേറ്റ്, അദ്ദേഹം ക്യൂബൻ വംശബന്ധമുള്ള ആളാണ് എന്നാണ് അവകാശപ്പെടുന്നത്. അപ്പം മേ ബി ഐ വുഡ് സെൻഡ് റൂബിയോ ആസ് ദി പ്രസിഡന്റ് ഓഫ് ക്യൂബ. ഇത്തരത്തിൽ ലോകം വ്യത്യസ്ത സ്വതന്ത്ര പരമാധികാര രാഷ്ട്രങ്ങൾ ചേർന്നതാണെന്ന് അംഗീകരിക്കാത്തൊരു സമീപനം അമേരിക്കൻ പ്രസിഡന്റ് ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. അവർ ക്യൂബയെയും ലക്ഷ്യം വെക്കുന്നുണ്ട്. വളരെ അസ്വസ്ഥജനകമായൊരു സാഹചര്യമാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.